പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ ഒരു നല്ല ദിവസം അച്ഛൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ധ്യാനിക്കുന്ന വചനഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 4-ാം വാക്യം. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാത്ത ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ നാമും യേശുവും തമ്മിലുള്ള സുപ്രധാനമായ ഒരു ബന്ധത്തെയാണ് മുന്തിരിച്ചെടിയും ശാഖകളും എന്ന് യേശു പറഞ്ഞപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഫലം കായ്ക്കാൻ ഒരു ശാഖയ്ക്ക് മുന്തിരിച്ചെടിയോട് ബന്ധപ്പെട്ടിരിക്കുന്ന പോലെ ആത്മീയമായി ഫലം പുറപ്പെടുവിക്കുവാൻ നാമും യേശുവിൽ വസിക്കണം, യേശുവിൽ ഒന്നായിരിക്കണം എന്നാണ് തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ആത്മീയ വളർച്ചയ്ക്കും ഫലപ്രാപ്തിക്കും നമ്മൾക്ക് ലഭിക്കുവാൻ അത് നിമിത്തമായിട്ട് വിശ്വാസം, പ്രാർത്ഥന, അനുസരണം അങ്ങനെയുള്ള പുണ്യങ്ങളിൽ വളരണമെങ്കിൽ യേശുവിന് ചേർന്നിരിക്കുവാൻ ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മുന്തിരിച്ചെടി യേശുവാണ്. വിശ്വാസികൾക്ക്, അതായത് നമുക്ക് ജീവൻ്റെയും ശക്തിയുടെയും പോഷണത്തിൻ്റെയും ഉറവിടമാണ് മുന്തിരിച്ചെടി. കമ്പുകളാണെങ്കിൽ യേശുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരെയും യേശുവിൽ നിന്ന് ആത്മീയ ജീവിതം സ്വീകരിക്കുന്നവരെയും സൂചിപ്പിക്കുന്നതാണ് ശാഖകൾ അല്ലെങ്കിൽ കമ്പുകൾ. ഇനി ഫലമെന്ന് പറയുന്നതോ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു നല്ല ജീവിതത്തിൻ്റെ ഫലങ്ങളാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. അതായത് ഫലങ്ങൾ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ്. സന്തോഷം, സ്നേഹം, സമാധാനം, മറ്റെല്ലാം കൂടി. അടുത്തായിട്ട് യേശുവിൽ വസിക്കുക, എബൈഡ് എന്നൊക്കെ പറയുമ്പോൾ യേശു നിലനിൽക്കുക, യേശുവുമായിട്ട് ബന്ധം സ്ഥാപിക്കുക, അല്ലെങ്കിൽ യേശുവുമായി ബന്ധത്തിൽ ജീവിക്കുക എന്നെല്ലാമാണ്. പ്രിയമുള്ളവരെ, പരസ്പരം ഒന്നായി ചേർന്നുകൊണ്ട് യേശുവിൽ ജീവിക്കുമ്പോൾ യേശു ആഗ്രഹിക്കുന്ന ഫലങ്ങൾ നമുക്ക് പുറപ്പെടുവിക്കാൻ സാധിക്കും. മറക്കരുത് പ്രിയമുള്ളവരെ, നമ്മൾ പലതവണ ആവർത്തിച്ച് വായിച്ച് ധ്യാനിച്ച വചനഭാഗമാണ്. ഒന്ന് മാത്രം, ഞാനും എൻ്റെ കർത്താവും തമ്മിൽ ഇതുപോലെ ഒന്നായിരിക്കുക, മുന്തിരിച്ചെടിയും ശാഖകളും പോലെ ഒരാഴമായ ബന്ധം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തമ്പുരാനുമായി ഒന്നായി തീരുമ്പോൾ ഫലദായകമായ ഈ ഫലമെന്ന് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ്. ആ ഫലങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം മുഴുവനും പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരുമിച്ചുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരു ദിവസമല്ല, ജീവിതം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒന്നായി മാറട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. മറക്കരുത്, മുന്തിരിവള്ളിയും ശാഖകളും ഒന്നായിരിക്കുന്ന പോലെ നമുക്കും ക്രിസ്തുവുമായി ഒന്നായി തീരുവാൻ സാധിക്കട്ടെ. ആജീവാന്തരം ഈ ബന്ധത്തിൻ്റെ ഊഷ്മളതയിൽ മുന്നേറുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. അച്ഛന് ഈശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. മറക്കരുത്, മുന്തിരിച്ചെടിയും ശാഖകളും പോലെ യേശു നാവുമായിട്ട് ഒന്നായി തീരുവാൻ, എന്നെന്നും ഒരുമിച്ച് ജീവിക്കാൻ, ഒരുമിച്ച് വസിക്കാൻ എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.